ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണ കൃഷിക്ക് വേണ്ടി അങ്ങയുടെ അങ്ങേക്ക് ഞങ്ങൾ എന്ന് പറയുന്നു. വിശ്വമാതാവിനെ പറയുന്നത് ഞങ്ങൾക്ക് മാതാവ് നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മുദ്രക്കുകയും ചെയ്യുന്നു. സർവ്വത്വത്തെയും നാഥായ Sweet
കാണുകയും നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സ്വർഗ്ഗത്തിലെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടി. സർവജ്ഞനായ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്ക് ആമേൻ. സഹോദരി, വിശുദ്ധ ഗലാത്യക്കാരുടെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വിഷയം അനുഗ്രഹിക്കട്ടെ. സഹോദരി, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖമുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുകയും, എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചിരിക്കുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതേ. എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 1:26 6-ാം മാസം ദൂതൻ ഗലീൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽ ജോസഫിനെതിരായ പുരുഷനുമായി വിവാഹം ചെയ്തതിന്റെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവത്തെ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിനർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദ് സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബ് ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാച്ചക്കാരനായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എങ്ങനെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളും നന്ദികളും പ്രാർത്ഥനകളും വഴിയാണ് നമ്മൾ പോവുക. ആ ഓർമ്മ തന്നെ നമ്മുടെ അമ്മയെയും നമ്മെ വളർത്തിയെടുത്തവരെയൊക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ചിലർക്കില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ എത്തുകയില്ലായിരുന്നു. അമ്മ വിചാരങ്ങൾ അവസാനിക്കുന്നിടത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത പരിഗണനായി പോകും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് അവൾ വിശ്വസിച്ചു. ദൈവത്തെ അവൾ കണ്ടടച്ച് വിശ്വസിച്ചു. ദൈവത്തെ അവൾ കണ്ടെത്തി. കൃപ ഉള്ളവളാണ് എന്ന് സ്വർഗത്തിലിരുന്ന ദൈവം കണ്ടെത്തി. ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അവൾ ജീവിച്ചതുകൊണ്ട് സ്വർഗത്തിന് അവളെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗത്തിന് നമ്മെ ഗവനിക്കാതിരിക്കാനായിട്ട് കഴിയാതെ പോകട്ടെ. സ്വർഗത്തിന് നമ്മിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളിന്ന് മദർ തെരേസയുടെ ഓർക്കുന്നു. മദർ തെരേസയുടെ ഫീസ്റ്റൊക്കെ ആഘോഷിക്കുകയാണ്. മദർ തെരേസ കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നു, സ്നേഹത്തിൻ്റെ മുഖമായിരുന്നു, അതിഥികളുടെ മുഖമായിരുന്നു. മദർ തെരേസയുടെ പുണ്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ ടീച്ചേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ സുഹൃത്തുക്കൾക്ക് നമുക്ക് നന്ദി പറയാം. 2 വചനങ്ങളാണ് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാനും മനസ്സിലാക്കി പഠിക്കാനും മന്ത്രം പോലെ ചിരിച്ചു നടക്കാനും നൽകുക. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1-ാം തിരുവചനം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല. ഏഷ്യ 41:10 ഇങ്ങനെ അവിടെ നല്ല ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സ്നേഹമുള്ളവരെ, ഈ വചനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടുനടന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. കടലുകളൊക്കെ താണ്ടി വന്നവരാണ് നമ്മൾ. ഈയിടെയൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കൈത്തോടുകൾ കണ്ടത് നമ്മൾ പേടിക്കുകയുമില്ല. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്, കൂട്ടിലുണ്ട്, ഒപ്പമുണ്ട്. ക്രിസ്തുവിൻ്റെ കാശിയൊരിക്കൽ കൂടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രാർത്ഥനാ ദൈവങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ നമ്മൾ രോഗികളായി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും സാധിക്കുകയില്ല, സംഭവിക്കുകയില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ച കുറച്ച് പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ച് നമ്മൾ മടുത്തു പോയി. ഇനി അത് ചോദിക്കേണ്ട
ഇനി അത് പറയേണ്ട, ഇനി അത് കർത്താവിൽ ഉണർത്തേണ്ടതുപോലെ നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ മടുത്തുപേക്ഷിച്ചു പോയ പ്രാർത്ഥനകൾ പോലും ക്രിസ്തുവിന്റെ കാശിൽ നമുക്ക് എഴുതാം. ഒപ്പം നമ്മുടെ ശരീരത്തെ മനസ്സിലെയും അവന്റെ തിരുശരീരങ്ങൾ കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷവും ഭക്തിയോടും കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യേകിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവത്തിരുമനസ്സിൽ വിധേയരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഭരിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിലെ മാതൃകയിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ കല്യാണ വേളയിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദ്യ മാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീങ്ങുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണമായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സൗഹൃദത്തിന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേൽനാട്ട് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷമായ മാർ പീറ്റർ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ജനത്തിലുള്ള ആഘോഷങ്ങളുടെ പ്രാർത്ഥനകളെ കാര്യങ്ങളും സ്വീകരിക്കണമേ. ദൈവത്തിന് സമർപ്പണം സമർപ്പിക്കുവാനും വിശുദ്ധിയുള്ളവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൃപയാൽ പൂരിതയാ കന്യാമാതാവിയേ, നിന്നെ വണങ്ങുന്നു യുദ്ധവുമടുവോ ശത്രുതയും കരയിൽ നിന്നു വത്സരമഹിതം നന്മകളാം നിത്യം പൂരിതമാകാനും സ്വർഗ്ഗനോടായി പ്രാർത്ഥിച്ചിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയമായ മറിയം സുതാവിന്റെ സ്മരണം ഈ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാതാവാങ്ങളുടെ കൂടെ വിജയം വരിച്ച് നീതിമാന്മാരുടെയും മകുടങ്ങളുടെയും രക്തസാക്ഷിയുടെയും സ്മരണം ഈ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബഹുമാനായ കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ രാജാവ് നമ്മുടെ കൂടെ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിക്കും. ചെറിയവരും വലിയവരും തന്നെ മഹത്വത്തോടെ ഉയർത്തി പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും പരിതാപവും വഴി മിശിഹായോട് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികളാൽ തന്നെ ശുദ്ധിയാക്കട്ടെ.
പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാത്രാധീശന്മാരും വേദനാശുശ്രൂഷന്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരെയും ഓർമ്മയാച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹവിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച ഈ ലോകത്ത് കയറുകൊണ്ട എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വലിയ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശ്വസിക്കണമെന്റെ സഹോദരരെ കുർബാന എന്റെ വേദനകളെ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലവിധേയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റാൻ അങ്ങേ സിദ്ധനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേ കുഞ്ഞുങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷവൃതമായ ദൈവങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശുദ്ധന്റെ ശുശ്രൂഷാകുവാൻ എല്ലാവരും പാപങ്ങളും വരണം ഞങ്ങളെ അങ്ങ് കരുതരുന്ന യോഗ്യരാക്കി സ്നേഹത്തോടും വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ചിത്രാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിലെയും നാഥാധിപത്യത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ ആരാധ്യമായ നാമം എല്ലാ ദിവസവും എന്തുകൊണ്ടെന്നാൽ ലോകത്തെ എല്ലാ സകലത്തെയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അതരത്തിലും ചെയ്തു. സ്വർഗവാസുരങ്ങളും മഹോന്നതങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങന്മാരും അരോഗ്യങ്ങളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമായ കോവിന്മാരുടെ സഭയോട് ചേർന്ന് നാഥനായ നീക്കവർ ആരാധന സമർപ്പിക്കുന്നു. Ika para
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിലും ബലഹീനമാകുലമായ അവിടുത്തെ നാമത്തിൽ വിളിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്നാനകമായ രഹസ്യം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഈശോ നിർമ്മലമായ ദുഃഖങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ മുമ്പിലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ അമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് മാത്രം വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ഞങ്ങളെ പ്രധാനമാക്കുവാനും ഞങ്ങളുടെ വിശ്വാസിക്കുകയും അതുകൊണ്ട് ഞങ്ങളെ സമുദ്രിക്കുകയും ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. ഭാവിവാദങ്ങളെ കടകൾ ശ്രമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പ്രകാശനാക്കി. ഞങ്ങളുടെ ബലഹീനമായ ബുദ്ധിയെ നിന്റെ സമൃദ്ധമായ ഗൃഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ചിത്രാദിവമേ സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മേജരാജും റാഫേൽ തലവനായും ഞങ്ങളുടെ അതിർവൃത്തശാസ്ത്രതലവനായും ദുർഗാധിഷ്ഠിതമായ പീഠുകാരൻ പുരോഹിതന്മാർ സമർപ്പിതന്മാർ അധികാരികൾക്കും വിശുദ്ധ സമർപ്പണത്തിന് വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീന്മാരുടെയും സാക്ഷിയുടെയും മക്കളുടെ ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ നീതിമാന്മാരും വിശുദ്ധവുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരിച്ചവർക്കും അങ്ങയുടെ കാലത്തെ വ്യത്യാസക്കാർക്കുന്ന ഈ ജനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാംഗങ്ങൾക്കും ഞങ്ങളുടെ മാതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ ഇന്നത്തെ എല്ലാവിധ പ്രാർത്ഥനാംഗങ്ങൾക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രമാണ്. യഥാർത്ഥ പിതാവായ ദൈവം പറയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവയുടെ സജീവവും എല്ലാവർക്കും വേണ്ടിയുള്ള ഞങ്ങളെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും പറയട്ടെ. കർത്താവെ, ഞങ്ങളുടെ താമസമായ പീഡാനുഭവങ്ങളെയോ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ കുറിയും പാപങ്ങളുടെ മോചനം മനുഷ്യരുടെ വഴികളുടെയും ന്യാസികളെയും പ്രതിപ്പെടുകയും എല്ലാവർക്കും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഭംഗിയും സ്മരണാശാന്തതയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. രക്ഷിക്കന്റെ അമൂല്യമായ സഭയെ സന്തോഷത്തോടെ പ്രത്യാശയോടെ കൂടെ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും നിരായവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഖവും പരിശുദ്ധവും ദൈവവുമായ ഈശോയിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും വിനായകവുമായ സ്വർഗത്തിൽ നൽകിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് പക്ഷികൾ മരിക്കുകയും നടത്തുക, പാപമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങൾക്ക് തിരിഞ്ഞും പാപങ്ങളെ പശ്ചാത്തപിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. വിധതകളും കർമ്മങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളെ ആത്മാവിനെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിലെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഉദയവീടുകളാക്കുകയും ജ്വലിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സ്വന്തം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതിനെ കുറിച്ച്
സദൃശമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ഉപദേശിച്ചുകൊണ്ട് ശിശുമാരെ പഠിപ്പിച്ചുമായ പ്രാർത്ഥന നിന്റെ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇതു ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സ്തുതിയായ സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിലൂടെ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യം ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ആവലും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ യേശുവിന്റെ അക്ഷയശരീരവും അമൂല്യരക്തവും ഏകമനസ്സോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യാം. മാലാഖമാരുടെ കൂടെ അവനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന വിശ്വാസംഭാവനം അവിടുത്തെ കാലത്താണെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവംശത്തിന് മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. തിരുസുതനെ പ്രതി നിന്റെ നാമം മഹോന്നതമായ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സഹോദരരെ, ഹല്ലേലൂയ പാടിക്കൊണ്ട് മിശിഹായുടെ തിരുരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം.
മിശിഹായുടെ മാതാവാകാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പ്രസാരത്തിൽ പങ്കുചേർന്ന ഞങ്ങളെ അങ്ങ് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ സകലത്തെയും പൂർത്തീകരിക്കുന്ന അമൂല്യമായ ശക്തങ്ങൾ നീ ഞങ്ങളുടെ നൽകി. ഈ ദിവ്യങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. അവനെയുമായ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇതാ നിന്റെ അമ്മയെ നൽകിച്ചതുകൊണ്ട് മറിയത്തെ നമുക്ക് അമ്മയെ നൽകി മിശിഹായെ നമുക്ക് സ്തുതിക്കാം. തന്റെ ആവാസത്താൽ മറിയത്തെ പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് ചേർപ്പിക്കാം. പരിശുദ്ധ പോലെ സ്വർഗീയ ജീവിക്കാം. ഈ ദിവസങ്ങൾക്ക് ശക്തി നൽകട്ടെ. കർത്താവിന്റെ സജീവമായ എല്ലാവരും സവിഷ്ടമായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ഗണമേ സ്വസ്തി. Amen.
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. നിത്യമഹോന്നത കന്യകയെ, വിവേകമതിയാം കന്യകയെ, വിസ്തൃതയാം സുരകന്യകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയണമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിജ്ഞാനത്തിൻ വേദികയെ, മാനവോത്സവനായികയെ, ദൈവികമാത്മനിധി സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലഗന്ധഗോപുരമേ, പുണ്യപൂവഴി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാഗ്ദാനത്തിൻ കേടകമേ, സ്വർലോകത്തിൻ താരകമേ, ഉടനാടത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. രോഗവിയന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കാരിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാനവനിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കന്യകമാരുടെ രാജ്ഞി, വന്ദനനിരയുടെ രാജ്ഞി, രക്താംഗികളുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിത രാജ്ഞി, സ്വർഗാരോഗ്യ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമെൻ പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമെൻ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമെൻ ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. നമ്മുടെ എല്ലാവിധ പ്രാർത്ഥന യോഗങ്ങളും പരിശുദ്ധ കന്യകമാർഗ്ഗം വഴി ഈശോയിൽ നമ്മൾ സമർപ്പിക്കാം. ഇന്നത്തെ ആരാധന കുടുംബം കണിയ ദിവസം അറിയപ്പെടുക. ഇന്നത്തെ തിരുനാൾ കർമ്മങ്ങൾ നടത്തിയത് ക്രിസ്റ്റി മീനു വാക്കനാല്, മിനി തെക്കേക്കര
തോമസ് മുതലേപ്പുറ, കൊച്ചുറാണി മാളിയേക്കൽ, ജിൻഡോ ജോർജ് മന്ത്രി വടക്കേൽ, അലൻ ജോസ് കുടുംബാശ്ശേരിയിൽ നമ്മളെല്ലാ പ്രാർത്ഥനാ നേതൃത്വങ്ങളും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നോവലുകൾ നമുക്ക് പൂർത്തിയാക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമേ, അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ. ദൈവകുമാരനാകുവാൻ പരിശുദ്ധമാക്കിയ ഞങ്ങളുടെ സഹോദരൻ ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിൽ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ഞങ്ങൾക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൂടെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മനുഷ്യരെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വസതിയും അവളെ സഹകരണയാക്കുകയും ചെയ്തതായി ഞങ്ങളെ പരിത്രാണകരെ പങ്കാലാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, ശരണം, സ്നേഹമെന്ന ദൈവിക സുഹൃത്തുക്കളിലൂടെ ശോഭിക്കുകയും വിശുദ്ധിയുടെയും വിനയത്തിന്റെയും ജീവിക്കുകയും ചെയ്ത മാതാവിനെ പോലെ ക്രിസ്തീയ സുഹൃത്തുക്കൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ കൃപാലക്ഷ്യമെന്ന പോലെ പാപികളുടെ മധ്യേ പാപവിദ്യയെ വെക്കുകയും കർമ്മഭാവത്തിന്റെ കഴിവ് പോലും നമ്മളെ ഒഴുകുകയും ചെയ്ത പാപങ്ങൾ തീർക്കുവാൻ സുഖമാകുവാൻ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധശക്തിയും സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. Thank you.